വീട്ടിലിടാനുള്ള സാധനം അമ്മച്ചിനെ അറിയാൻ പറ്റില്ല. വീട്ടിലിടാനുള്ള സാധനം കാണിച്ച് അമ്മൂച്ചിനെ ചീത്ത പറയുന്നത്. അമ്മച്ചനെ അങ്ങനെ അമ്മച്ചൻ നല്ല ഗുഡ് ബോയ്യാ. ഋഷി പോലെ കാണിച്ചത്. അമ്മച്ചൻ അങ്ങനെ അമ്മച്ചൻ നല്ല ഗുഡ് ബോയ് ആട്ടോ. അമ്മ എങ്ങനെയുണ്ട്? വീട്ടിൽ എങ്ങനെയുണ്ട്? ഭയങ്കര ദേഷ്യക്കാരിയാണോ? പണ്ട് ജിമ്മിൽ പോവാറുണ്ടായിരുന്നു. ഓ നീ എന്താ ബന്ധമുള്ള അമ്മ തല്ലാറുണ്ടോ? അമ്മ വടി എടുത്ത് കൈ കൊണ്ട് തല്ലാറുണ്ടോ? പിച്ചാറുണ്ടോ? അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്തിനു വേണ്ടിട്ടാ? എങ്ങനെ ദേഷ്യപ്പെടുന്നത്? അങ്ങനെ അവനെ ദേഷ്യപ്പെടാൻ മാത്രമുള്ള ഒരാളോട് ഷെയർ അത് നല്ല കാര്യമല്ലേ? അത് നമുക്ക് മിടിക്കുക അമ്മ ആ കാര്യത്തിൽ. പിന്നെ അമ്മ പോട്ടെ, അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ? ക്വാളിറ്റി എന്താ? അമ്മയെ പൊന്നെ എന്തുകൊണ്ടാ ഇഷ്ടം? അത് അമ്മയുടെ കുഞ്ഞായി ജനിച്ചു. അമ്മയുടെ മോനായിട്ട് ജനിച്ചോണ്ടാന്ന്. അടിപൊളി. പിന്നെ ഒന്നുമില്ല. അമ്മയുടെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? ദേഷ്യപ്പെടുത്തായിരിക്കും. അമ്മ എപ്പോഴും ദേഷ്യപ്പെടുവോ? ഇടയ്ക്ക് ഭയങ്കരയാണോ അമ്മ? പാവണോ? ഞാൻ ഈ കുരുത്തക്കേടൊക്കെ കാണിപ്പോ അമ്മ ഞാനത് ചെയ്യാതിരിക്കാൻ വേണ്ടി അമ്മയെ ഇപ്പുറത്ത് വന്നിക്കോ, ചേട്ടൻ കിട്ടുന്നില്ലെന്ന് നിന്നെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഇവിടെ വന്നോ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഒന്നിലാവാൻ പോണു അല്ലേ? ഒന്നിലാവാൻ പോകുന്നു. ഏത് സ്കൂളാ? ഏത് സ്കൂളിലാ? നൈപുണ്യല്ലേ? നൈപുണ്യയിലെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ചോദിക്കാറുണ്ട്, അമ്മ ഫാൻ ആണല്ലോ, അമ്മയുടെ ചോദിക്കണ്ടോ? അമ്മയുടെ ഫാൻ ആണെന്നൊക്കെ പറയാറുണ്ടോ? കുഞ്ഞുകുട്ടികളല്ലേ, അറിയില്ലായിരിക്കും അല്ലേ? ചോദിക്കാറുണ്ടോ? മുട്ടത്ത് നീ എന്നോട് ഇതുവരെ ചേച്ചിക്ക് അറിയില്ലായിരുന്നോ? എന്നോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഓ ഇങ്ങനെ വല്ല ഇന്റർവ്യൂ വരുമ്പോ പറയാൻ വേണ്ടി ഞങ്ങൾ വെച്ചിരുന്നതൊക്കെ പോലെ. അടിപൊളി കേട്ടോ ചേച്ചി. അപ്പൊ നമ്മളുടെ ഇന്റർവ്യൂവിൽ ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്, പ്രാങ്ക് ഓഫ് ഫ്രണ്ട് എന്നുള്ളതാണ് നമ്മുടെ സെഗ്മെന്റ് പേര്. ചേച്ചിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള എനിക്ക് തല്ല് കിട്ടുമെന്ന് കോൺഫിഡൻസ് ആണോ വേണ്ടത്? ഇല്ല, ചേച്ചിന് അത്രയും കട്ടക്ക് കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട് വിളിച്ച് നമുക്ക് പറ്റിക്കാം. ആരും നമുക്ക് പറ്റിക്കാൻ യോഗ്യതയുള്ള ഒരു ഫ്രണ്ട് ആരാ? പറ്റിക്കുന്ന ആർക്കോ? പറ്റിക്കുന്ന ഈ യോഗ്യത ഒന്നുമില്ല. അങ്ങനെ നമുക്ക് മഞ്ജു പിള്ള ചേച്ചിനെ വിളിക്കാം. മഞ്ജു ചേച്ചി ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ ചിലപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലും എടുക്കണമെന്നില്ല. അങ്ങനെ ഇൻഡസ്ട്രിയിൽ മറച്ചിട്ട ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വളരെ കുറവാ. മഞ്ജേച്ചി പിന്നെ നല്ല മഞ്ജേച്ചി അത് പിന്നെ വലിയ കുഴപ്പമില്ല. ചേച്ചിനെ വിളിക്കാം. ചേച്ചിനെ വിളിച്ചിട്ട് എന്താ പറയാ? ചേച്ചിനെ വിളിച്ചിട്ട് എങ്ങനെ പറയാം? നമുക്ക് ഹോട്ടലിൽ ഇരിക്കുക, ഞാൻ പൈസ എടുക്കാൻ മറന്നുപോയി, ചില വലിയൊരു എമൗണ്ട്, ഒരു 4200 രൂപ അടയ്ക്കണം, ഞാൻ ബാംഗ്ലൂരിലാണ് നിൽക്കുന്നത്, ചേച്ചി പെട്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ മതി. ടെസ്റ്റ് അല്ലല്ലോ, ഇപ്പൊ ഗൂഗിൾ പേ അല്ലേ, ഗൂഗിൾ പേ തരുമോ? ഗൂഗിൾ പേ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് തരുമോ? ഗൂഗിൾ പേയുടെ ആദ്യത്തെ പേര് ടെസ്റ്റ് എന്നായിരുന്നു. ഗൂഗിൾ പേ ചെയ്ത് തരുമോ? ആണോ? ജസ്റ്റ് ഫോർ നോളജ് പിടിച്ചോ. ഗൂഗിൾ പേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ മതി. ഗൂഗിൾ പേ കൺഫ്യൂഷൻ വേണ്ട. വിളിച്ചോ? ലൗഡ് സ്പീക്കർ ഇടണം. പണിയാവരുത്. ഞാൻ ഇടയ്ക്ക് ഷൗട്ട് ചെയ്യാം. ഇംഗ്ലീഷിൽ ഷൗട്ട് ചെയ്യണല്ലോ, എനിക്കറിയില്ലല്ലോ. മഞ്ജു ചേച്ചിയാണോ? ജ്യോതി ചേച്ചിയാണോ? മഞ്ജു ചേച്ചിയാണോ? ആ മഞ്ജു ചേച്ചിയാ? മഞ്ജു ചേച്ചി, ഞാനൊരു അത്യാവശ്യമായിട്ടാ വിളിക്കുന്നത്. ഞാനേ ഇവിടെ ഒരു റെസ്റ്റോറന്റില്. ഇതോ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയെന്നേ. ഇവിടുത്തെ സ്റ്റാഫിന്റെ നമ്പറിൽ നിന്നാ വിളിക്കുന്നത്. എന്താ വെച്ചാല്, അതായത് ഞാനിവിടെ ഒരു റെസ്റ്റോറന്റിൽ വന്നതാ. അപ്പൊ എൻ്റെ കയ്യിൽ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയി, കയ്യിൽ ക്യാഷും ഇല്ല. അതിന് ഞാൻ അവരോട് ഞാൻ കാശ് എടുക്കാതെ വന്നു. 4250 രൂപ ബില്ലും വന്നു. എനിക്കാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഫോൺ ഒന്ന് റീചാർജ് ചെയ്താൽ മതി, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. അപ്പൊ അവന്മാർ പറയുന്നത് ചാർജർ ഇല്ല, ഇതൊക്കെ അറിയാതെയാണോ വന്നതെന്ന് പറഞ്ഞ് ഭയങ്കര സീൻ. ഒരുത്തനൊരു മാനേജർ ഒരുത്തൻ വന്നിരുന്നിട്ട് കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. മലയാളിയല്ല. എടി അതല്ല ചേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചേച്ചി അല്ല ചേച്ചി, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, 1 മിനിറ്റ് പ്ലീസ്.
We don't know Malayalam, ma'am. 1 minute, please. 1 minute. It's already taking your time 15 1 more than minute, 15 minutes. please. 1 minute. ഒരു മിനിറ്റ് പ്ലീസ്. ചേച്ചി എന്താ ചെയ്യോ? ഞാൻ ഇവിടുത്തെ നമ്പർ തരട്ടെ, ഇതിലേക്ക് എനിക്കൊരു ഗൂഗിൾ പേ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ നാട്ടിലല്ലെന്നേ ഉള്ളത്, ഞാൻ ബാംഗ്ലൂർ, അതാ പ്രശ്നം. ആന്നേ, ഞാനൊരു മോനുമായിട്ട് വന്നത്, അമ്പാടിയും കൂടെ ഉണ്ട്. അതല്ലേ മലയാളി. 4250 രൂപ വേണം. എന്നെ ഇവന്മാർ പറയാൻ ഇവിടെ പാത്രമൊക്കെ കഴുകിട്ട് പോയാൽ മതി. എന്തില് പറയും ഞാൻ. 4250. 4250 രൂപ അവനെ എണ്ണി കൊടുത്തിട്ട് അവന്റെ മുഖത്തേക്ക് ഒരു 500 രൂപ വലിച്ചെറിഞ്ഞിട്ട് നീ മറ്റേ സിനിമയിലെ വല്ല സ്ലോ മോഷൻ ഇറങ്ങി പോരട്ടെ, ഞാൻ പൈസ വെച്ചുതരാം. എവിടുന്ന് ചേച്ചി എങ്ങനെയെങ്കിലും ഉള്ള പൈസ കൊടുക്കുക. കാരണം വെച്ചാല് 500 രൂപ. ഒരു മിനിറ്റ് പ്ലീസ്, ഒരു മിനിറ്റ്. ആ ശരി, ഗെറ്റൗട്ട് നടത്തിക്കാൻ. ചുമ്മാ ഇവൻ കിടന്ന് ഷോ ഓഫ് ആന്നേ. ഒരു താടി വെച്ച ഒരു ചപ്രാമോന്തം വെച്ച ഒരുത്തൻ ആന്നേ. ഇവനെ ഒന്ന് മലയാളത്തിൽ. 1 minute. ചേച്ചി ഒന്ന് ഞാനൊരു നമ്പർ പറയാം, മൊബൈൽ നമ്പറിലേക്ക് ഒരു 4250 ഒന്ന് ഇട്ട് കൊടുക്കുവോ വേഗം? അവനോടൊന്ന് കേരളത്തിലോട്ട് ഒന്ന് കാലൂത്താൻ പറയടി. കേരളത്തിലോട്ട് വരാൻ പറ. ഒരു മിനിറ്റ്, അയാൾക്ക് എന്താ സംസാരിക്കണം ഞാൻ കൊടുക്കാം. Ma'am, please speak in English, okay? I don't know Malayalam. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. What is this woman speaking? I don't know. I don't get her language. ഇന്റെ ഫോൺ വാങ്ങിക്കാൻ പറഞ്ഞ തിരിച്ചു കൊടുക്കടാ. ചേച്ചിക്ക് മനസ്സിലായി, പ്രാങ്ക് ആണ് ചുമ്മാ. ചേച്ചി സത്യം പറഞ്ഞു, ചേച്ചിക്ക് മനസ്സിലായില്ലേ പ്രാങ്ക് ആണെന്ന്? ചേച്ചി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ കളഞ്ഞു. ചേച്ചി ഹലോ ചേച്ചി ഹായ്, എന്റെ പേര് ഗദ്ദാഫി എന്നാണ്. ഞാൻ ചാനലിൽ നിന്നാ. ചുമ്മാ ഞങ്ങൾ പ്രാങ്ക് ചെയ്തതാ. മനസ്സിലായി, ചപ്രമോറൻ എന്നൊക്കെ എന്നെ താടി വെച്ച അവൻ കൈ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്യാനായിരുന്നെങ്കിൽ ആ മാങ്ങാമോറി എടുത്ത് പറ, പ്രാങ്ക് ചെയ്യാനായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും 4500 വിളിക്കരുത്. അവിടെ വന്ന് വല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു ഐഡിയ, വല്ലതും നശിപ്പിച്ചെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചോദിക്കണം. പിന്നെ ഞാൻ അവിടെ ഞാൻ നശിപ്പിച്ചാൽ ഞാൻ 2.5 ലക്ഷം രൂപ കൊടുക്കാൻ. എടി ഇത് തന്നെ നീ കൊച്ചുമായിട്ട് അവിടെ പോയി നിക്കുവാന്ന് പറഞ്ഞോണ്ടാ ഞാൻ നിനക്ക് കാശ് അയച്ചുതരാന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചേ പ്രാങ്ക് ചെയ്യാൻ പറ്റിയ ഏത് സൂര്യ. അവൻ എനിക്ക് അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഉള്ളതിൽ നല്ല രീതിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ മഞ്ജു ചേച്ചി മാത്രമേ ഉള്ളൂ. ധൈര്യമായിട്ട് വിളിക്കാം. അപ്പം മഞ്ജു ചേച്ചിയെ വിളിക്കാന്ന് പറഞ്ഞാൽ എന്റെ ഫോൺ ഇത് വിശ്വസിക്കാൻ എന്താണെന്നറിയാം. 4200 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും. 4200 രൂപ പിന്നെ കുഞ്ഞുമായിട്ട് പോയി നിൽക്കുമല്ലേ, അത്ര വലിയ എമൗണ്ട് അല്ലല്ലോ. നമുക്കിപ്പോ 4200 ഈസി ആയിട്ട് അയച്ചു കൊടുക്കാവുന്നല്ലേ ഉള്ളൂ. നിന്നോടല്ല 4000, അത് 4,00,000. അടുത്ത വട്ടത്തെ പ്രാങ്കിലാണ്. എന്തായാലും ചേച്ചി താങ്ക് യു സോ മച്ച്. എവിടെ ചേച്ചിയുള്ളേ? ഞാൻ മൈസൂർ അടി. ഞാൻ ബേസിലിന്റെ ഒരു പടത്തിലാണ്. ഏത് പടം? ഫാലിമി എന്ന് പറഞ്ഞൊരു സിനിമ, ഫാമിലിയെ തിരിച്ചിടുന്ന. ഫാലിമി. നിങ്ങൾ ഹോമും ഫാമിലി കുടുംബം ഇത് മാത്രമേ ചെയ്യൂ? അതെ. ഞാൻ ഇന്ന് ബേസിൽ പറയുമായിരുന്നു, ഞാൻ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ എനിക്കൊരു ഭർത്താവും ഒരു അപ്പനും ഒരു അച്ഛനും 2 ആൺപിള്ളേരും നിർബന്ധമാണ്. ചേച്ചി അഭിനയിക്കണമെങ്കിൽ ഇതിലങ്ങനെയാ ബേസ്. 2 പിള്ളേര്, ആൺപിള്ളേരും ഹോം പോലെ തന്നെ. ആണല്ലേ? ഓക്കെ. എന്നാ തിരിച്ചു വരുന്നേ? ഞാന് മെയ് 2-ാം തീയതി വരും. മെയ് 2-ാം തീയതി ട്രിവാൻഡ്രം വന്നാൽ ഇതിന്റെ ബാക്കി ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ഉണ്ട്. ജഗദീഷേട്ടൻ മുട്ട അടിക്കണം. അത് ഇവിടുന്ന് മുട്ട അടിച്ചിട്ട് വീട്ടിൽ വന്നിട്ടൊരു സീൻ. ഓ ശരി. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ശരി, താങ്ക് യു. സോറി എനിക്കാണെങ്കിൽ തുടങ്ങിയപ്പോ മുതൽ ചിരിയും വരുന്നുണ്ട്. പപ്പ പേടിക്കാൻ ഞാൻ എന്താ പറയണ്ടെന്ന് അറിയാൻ വേണ്ടി. എനിക്ക് ദേഷ്യം വന്നെന്തര, കൊച്ചിനെ പിടിച്ചു വെച്ച് അവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കിടന്നോട്ട് അങ്ങോട്ട് കൊരയ്ക്കുവാ. ഇവൻ പാവാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ശരി ചേച്ചി, എന്താ വിളിക്കാം. ശരി ചേച്ചി, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി, ഓക്കെ. എന്റെ മകൻ സന്തോഷവാനാണ്. അവൻ ഞങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല. കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകാറുണ്ട്.
അവൻ അച്ഛൻ്റെ സ്നേഹം കിട്ടുന്നുണ്ട്. എനിക്കൊരമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ. അച്ഛൻ്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല. അത് അവന് അദ്ദേഹത്തിലൂടെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും അതുപോലൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. അതുപോലൊരു ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടാകും. അതങ്ങനെയാണ് എന്നുള്ളത് വൈകാതെ അറിയിക്കും. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാനും കണ്ടിരുന്നു. അതിനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. മറ്റൊരു സ്ത്രീയാണ് അദ്ദേഹത്തിന് ശരിയായി തോന്നുന്നതെങ്കിൽ ഞാൻ എന്ത് പറയാനാണ്? നേരത്തെയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. എനിക്കൊരു മകനുണ്ട്. അവന്റെ കാര്യങ്ങൾ നോക്കി നടത്തണം. പ്രൊഫഷനായി മുന്നോട്ട് പോകണം. ബിഗ് ബോസ് ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വീണ നിഷേധിച്ചു. ഒരു ഷോ കാരണം ഒന്നും തകരുന്നതല്ല കുടുംബം. അത് കുറേ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ബിഗ് ബോസ് കാരണം എന്റെയും മഞ്ജു പത്രോസിന്റെയും ഒക്കെ കുടുംബം തകർന്നുവെന്ന പല കമന്റുകളും കണ്ടിരുന്നു. അതങ്ങനെയല്ല. താൻ നേരിടുന്ന ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചും വീണ നായർ പറയുന്നുണ്ട്.